ഇത് റീച്ച് വേൾഡ് വൈഡ് ഫൗണ്ടർ ഡോക്ടർ മാത്യു കുരുവിള. നിസ്സഹായരായ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ആശ്രയമായി മാറിയ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. പത്തൊമ്പത് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഡ്രഗ് മാഫിയയ്ക്ക് വേണ്ടി കൊലയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും. അതിലേക്ക് പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യു ടേൺ പരിപാടി. അതിന് കഴിയും. മൾട്ടി ഡയമെൻഷൻ പോവേർട്ടി ഇൻഡെക്സിൽ കോട്ടയം പട്ടണത്തെ രാജ്യത്തെ ഏക പട്ടിണിരഹിത ജില്ലയായി പ്രഖ്യാപിക്കുമ്പോൾ റീച്ച് വേൾഡ് വൈഡിന് അഭിമാനിക്കാം. ഒരു പിടി അരി 1000 ജീവൻ എന്ന ആപ്തവാക്യവുമായി ഫീഡ് ദി ഹംഗ്രി എന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി കോട്ടയം പട്ടണത്തിലാണ് ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് ലോകമെമ്പാടും MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BA മലയാളത്തിന് 3ാം റാങ്ക് കരസ്ഥമാക്കിയ അന്ന സൈമൺ എന്ന കൊച്ചുമിടുക്കി റീച്ച് വേൾഡ് വൈഡിന്റെ സ്പോൺസർ എ ചൈൽഡ് ആയിരുന്നു എന്നത് അഭിമാന നേട്ടമാണ്. ഇല്ലായ്മ കൊണ്ട് മാത്രം പാതി വഴി നിലച്ചു പോവാമായിരുന്ന ആ കുട്ടിയുടെ സ്വപ്നത്തെ ചിറകിലേറ്റി പറക്കുവാൻ സഹായിച്ചത് റീച്ചിന്റെ സ്പോൺസർ എ ചൈൽഡ് പദ്ധതിയാണ്. എങ്ങനെയാ എനിക്ക് പറയണമെന്നറിയില്ല. എങ്കിലും ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചിറക്കുമ്പോൾ അവർ വളരെയധികം ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് ഈ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങൾക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അച്ഛനമ്മമാർ മരിച്ചുപോയതോ മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ കുട്ടികളുടെ അവരുടെ തുടർ പഠന സഹായത്തിനായി സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് സ്പോൺസർ എ ചൈൽഡ്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ മാസവും സഹായം എത്തുന്നത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും പരിസ്ഥിതി ശുചീകരണവുമായി ബന്ധപ്പെട്ട് സ്വപ്നസുന്ദര കേരളം എന്ന പ്രോജക്റ്റ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപിൽ നിന്നാണ്. പിന്നീട് ഫോർട്ട് കൊച്ചിൻ ബീച്ച്, ദ്രോണാചാര്യ വാക്ക് വേ, വൈപ്പിൻ ബീച്ച്, പത്തനംതിട്ട, ട്രിവാൻഡ്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഹൃദയാഗ്രഹം സാധിപ്പിക്കുന്ന പദ്ധതിയാണ് വൺ മോർ വിഷ്. ബ്ലഡ് ക്യാൻസർ ബാധിതനായ അദ്വൈതിന് വിമാനത്തിൽ കയറണം. ബോൺ മാരോ ക്യാൻസർ ബാധിതനായ എബിന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കാണണം. തുടർന്ന് എരുമേലി സ്വദേശി ക്യാൻസർ ബാധിതയായ 5ാം ക്ലാസ്സുകാരി അഭിഷയുടെ ആഗ്രഹം ഒരു ടെഡിബെയർ വേണം എന്നുള്ളതായിരുന്നു. ക്യാൻസർ ബാധിതനായ അവിനാശിന്റെ ആഗ്രഹം ഒരു സൈക്കിൾ വേണമെന്നുള്ളതും ഒടുവിലായി എരുമേലി സ്വദേശി സംഘമിത്രയുടെ ആഗ്രഹം ഒരു ലാപ്ടോപ്പ് വേണമെന്നുള്ളതുമായ നിരവധി ആഗ്രഹങ്ങളാണ് വൺ മോർ വിഷിലൂടെ സാധിപ്പിച്ചെടുത്തത്. കുമ്പളങ്ങി പഞ്ചായത്തിലെ ഓർ ലേഡി ഓഫ് ഫാത്തിമ സ്കൂളിലൂടെ ആരംഭിച്ച യു ടേൺ എന്ന ലഹരി വിരുദ്ധ ക്യാമ്പിൽ ഇന്ന് കേരളമെമ്പാടും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിക്കടിമപ്പെട്ട യുവത്വങ്ങളുടെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ തിരുവല്ലയിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എറണാകുളത്തും ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കോട്ടയത്തും വൈക്കത്തുമായി നിരവധി പ്രവർത്തനങ്ങൾ യുവജനത അകമഴിഞ്ഞു നൽകിയ പിന്തുണ കൊണ്ട് കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജ്, BCM കോളേജ് തുടങ്ങിയ ക്യാമ്പസുകൾക്കകത്ത് യു ടേൺ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടന്നു. 2018 ആഗസ്റ്റ് മാസം കേരള ജനത കണ്ട ഏറ്റവും ഭീകരമായ ജലപ്രളയം. 14-ൽ 13 ജില്ലകളിലും ദുരന്തം. റെഡ് അലേർട്ടുകൾ. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. നമ്മുടെ റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തകർ ഇവിടെ കുടുങ്ങിക്കിടന്ന അനേകരെ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. റീച്ച് വേൾഡ് വൈഡിൻ്റെ വോളണ്ടിയേഴ്സ് എല്ലാവരും ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശത്ത് അനേകർ കൂടിയിട്ടുണ്ട്. ദുരന്തമുഖത്ത് രക്ഷാദൗത്യം സർക്കാരിൻ്റേത് മാത്രം
ചുമതല എന്ന് കരുതാതെ ഇറങ്ങി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് റീച്ച് വേൾഡ് വൈഡ്. 5 വള്ളങ്ങളിലായി 300-ലധികം ആളുകളെ രക്ഷിക്കുവാൻ റീച്ചിനായി. എറണാകുളത്ത് 500-ലധികം പേർക്ക് താമസ സൗകര്യം ഒരുക്കുവാൻ വിട്ടു നൽകിയത് സ്വർഗീയ വിരുന്ന് സഭയുടെ ആരാധനാലയമായിരുന്നു. കോവിഡ് എന്ന മഹാമാരി മഹാദുരന്തമായി മാറിയപ്പോഴും സ്വന്തം ജീവൻ പണയം വെച്ച് ഹോസ്പിറ്റലുകളിലും പോലീസ് സേനയ്ക്ക് ദിവസേന ഭക്ഷണം എത്തിച്ചും സേവന സന്നദ്ധരായി നിലകൊണ്ടു. കാരുണ്യ സ്പർശനം ലോകമെങ്ങും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ റീച്ച് കാര്യാലയങ്ങൾ ഒരുങ്ങുകയാണ്. കോട്ടയം കുമരകത്തും ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലും കാര്യാലയങ്ങൾ സ്ഥാപിതമായി. 2024 എറണാകുളത്ത് വിവിധ മേഖലകളിൽ സൗജന്യ നിയമ ഉപദേശം കാര്യാലയങ്ങളിലൂടെ എത്തിക്കുകയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ വരുമാനമാർഗം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സ്ത്രീ സമൂഹങ്ങളെ ശാക്തീകരിക്കുവാൻ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഓട്ടോ. നാളിതുവരെ ഈ പദ്ധതിയിലൂടെ 5 ഓട്ടോറിക്ഷകൾ നൽകുവാൻ സാധിച്ചു. തുടർന്ന് നിരവധി പ്രശംസനീയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. കർണാടകയിൽ പുലികേശി നഗർ എന്ന ചേരിയിൽ 200 കുടുംബങ്ങൾക്കാവശ്യമായ വീട്ടുസാധനങ്ങളും അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുമായി റീച്ച് വേൾഡ് വൈഡ് കടന്നു ചെല്ലുകയുണ്ടായി. ഇത്തവണത്തെ ക്രിസ്മസിന് റീച്ച് വേൾഡ് വൈഡ് സ്പോൺസർ ചെയ്യുന്ന കുട്ടികൾക്ക് നൽകപ്പെട്ടത് പുതുവസ്ത്രങ്ങളായിരുന്നു. സ്റ്റാർ മാജിക് താരം അനുമോൾ റീച്ചിനൊപ്പം ചേർന്നത് കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനമായി. റീച്ച് വേൾഡ് വൈഡിൻ്റെ ഈ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്നാലും മെയിൻ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു മെയിൻ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ മാത്യു കുരുവിള സാറാണ്. ഞാൻ സാറിനെ കണ്ടിട്ടില്ല. എന്തായാലും സാർ ഇത് കാണാൻ എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള നല്ലൊരു മനസ്സിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ ജീവകാരുണ്യ പ്രസ്ഥാനം വളരുകയാണ്. ജീവകാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി ലോകം.